ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷെ ഫുഡിലാണ് തുടക്കെങ്കിലും ഞാൻ ദേ ഇങ്ങേർക്ക് വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണിയിൽ കൈയിട്ട് വാരി കുറച്ച് ചോറും കുറച്ച് ചിക്കനും വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. അതും വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് നേരെ ദേ അലക്കൻചോട്ടിലോട്ട് വന്നു, നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ തിന്നുകൊണ്ട് ഞാൻ നേരെ അലക്കൻചോട്ട് ചെന്നപ്പോൾ പറഞ്ഞു ദേ ഈ മീനൊക്കെ ഒന്ന് കഴുകി എടുത്തോളാൻ പറഞ്ഞു. ഇത് CD മീനാണ്, പക്ഷെ ഇത് ഇങ്ങനെ ഉരച്ച് കഴുകണം എന്നാണ് എൻ്റെ പോരാളി പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു തള്ളയും പിള്ളയൊക്കെ ഇങ്ങനെ മാറിയൊക്കെ ഞാൻ ഉരച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഉരച്ചൊരച്ച് അതിൻ്റെ ഒരു പരുവം കെടുത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് മുറി പീസുകളാക്കിട്ടോ തിരിച്ചു വന്ന് ഞാനൊരു ഉണ്ണിയപ്പൊക്കെ തിന്ന് അങ്ങോട്ട് ഉഷാറായി. നമുക്ക് കറിയൊക്കെ വെക്കണ്ടേ. ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ചിക്കനിൽ കുറച്ച് മസാല ഇങ്ങോട്ട് പറ്റി വെക്കാൻ വിചാരിച്ചു. വൈകുന്നേരം മീൻ കൂട്ടാത്ത ഒരാൾ വരുന്നുണ്ടല്ലോ, അങ്ങേർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചിക്കനിലെ പെരട്ടി ഞങ്ങളുടെ ഫ്രിഡ്ജിലായിട്ട് എടുത്തു വെച്ചിട്ട് പിന്നെ മീനിന്റെ പരിപാടിയിലിട്ട് കിടന്നു കേട്ടോ. മീൻ നമുക്ക് കറി വെച്ച് സുമാറാക്കി എടുക്കണം. ഈ പലിഞ്ഞീന് എന്തിനാ ഇട്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. പലിഞ്ഞീന് യാതൊരുവിധ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അത് കറിയൊക്കെ വെച്ച് അപ്പത്തേനും ചോറിനപ്പത്തേ ഒരു 3 മണിയായിട്ടുണ്ടാവും കേട്ടോ. ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ചു നേരം പോയി കിടന്നു. കാരണം എനിക്ക് ചെറിയൊരു പനിയുടെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കായവർത്തം തിന്നിരുന്നപ്പോൾ അമ്മ പറഞ്ഞു 5 മണി കഴിഞ്ഞെങ്കിലും കറി വെച്ചില്ലെങ്കിൽ രാത്രി തിന്നിട്ട് വീട്ടിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചിക്കൻ കറി വെക്കാന്ന് ചോദിച്ചാൽ ചിക്കനും പൊരിക്കാനിട്ടു, കുറച്ച് തേങ്ങ പൊരിക്കാനിട്ടു. എന്നിട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് കറി വെക്കാനാണ് ഞാൻ വിചാരിക്കണത്. ഇതിനെ വയ്ക്കാനൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഒരു വീക്ഷണ കോണകം വെച്ച് ഞാൻ വച്ച് കഴിഞ്ഞപ്പോൾ അതൊരു അപാര ടേസ്റ്റായി. പിന്നെ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്തരച്ച ജാറിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നല്ല അടിപൊളി റോസ്റ്റ് ആയിട്ട് കിട്ടിട്ടോ. പിന്നെ സന്ധ്യാമൊക്കെ ചൊല്ലി ഒരു ഉണ്ണിയപ്പോടെ ഞാൻ അവിടെ ഇരുന്ന് തിന്നാനുണ്ട്. പിന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മളത് ചോറ് തിന്നു കേട്ടോ. ചോറൊക്കെ തിന്ന് ഇറങ്ങിട്ടോ. അപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മുതച്ചു കൂടിയാണ് പോകുന്നത്. കാരണം കാറ്റടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് പനി കൂടും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് എൻ്റെ. പിന്നെ ഞാനൊരു തണുക്കാത്ത ലൈമൊക്കെ കുടിച്ച് വീട്ടിൽ പോയി. അപ്പം ഇന്നത്തെ ബൈ.